വിശ്വസിക്കുന്നു, അങ്ങയുടെ ക്രൂശിലേക്ക് ഞാൻ നോക്കുന്നു. മോശ മരുഭൂമിയിൽ ഒരു പിച്ചള സർപ്പത്തെ ഉയർത്തിയപ്പോൾ അതിലേക്ക് നോക്കിയവർ മുഴുവൻ വിടുവിക്കപ്പെട്ടെങ്കിൽ 2005 വർഷങ്ങൾക്ക് മുൻപ് പിതാവായ ദൈവം 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണികൾ മേൽ സ്വന്തം പുത്രനായ ക്രിസ്തുവിനെ കാൽവരി ക്രൂശിൽ ഉയർത്തിയപ്പോൾ ആ ക്രൂശിലേക്ക് നോക്കുന്ന സകലരുടെ മേലും ഇന്ന് രാത്രി വിടുതലുണ്ട്. നിങ്ങളുടെ ശാപങ്ങൾ അനുഗ്രഹമാകാൻ പോകുകയാണ്. നിങ്ങളുടെ ബന്ധനങ്ങൾ വിടുതലാകാൻ പോകുകയാണ്. ഇനി നിങ്ങൾ കരയണ്ട, ഇനി നിങ്ങൾ നിലവിളിക്കണ്ട, ഇനി നിങ്ങൾ ആ കെട്ടിനകത്ത് കിടക്കണ്ട. നിന്റെ അനുഗ്രഹം നിന്റെ അരികിലുണ്ട്. സമൃദ്ധിയായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുകയാണ്. അറക്കുവാനും മുടിക്കുവാനും മോഷ്ടിക്കുവാനുമായി പിശാചകത്ത് കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും നിങ്ങൾക്ക് സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനും കടന്നു വന്ന ദൈവപുത്രനായ ക്രിസ്തു ഇന്ന് രാത്രി നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുകയാണ്. യേശുവേ എന്ന് വാ തുറന്ന് വിളിക്കുന്നെങ്കിൽ, കർത്താവിനോട് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ, ആ കാൽവരി ക്രൂശിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ ഉയർത്തുന്നെങ്കിൽ, ഇന്ന് രാത്രി യേശുവിൻ നാമത്തിൽ പിതാവായ ദൈവം നിങ്ങളെ വിടുവിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ ദാസ്യത്വത്തിന്റെ അനുഭവം മാറി, ആമീൻ ആമീൻ, അടിമയെന്നുള്ള അനുഭവം മാറി, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ നിങ്ങളിലേക്ക് അവൻ പകരാൻ പോവുകയാണ്. പ്രിയ ദൈവമക്കളെ, മക്കളെങ്കിൽ നമ്മൾ അവകാശികളാകുന്നു. ഇന്ന് രാത്രിയിൽ ഞാൻ പലരും പ്രാർത്ഥിക്കുന്ന കണ്ടിട്ടുണ്ട്. ദാസന്മാരുടെ കണ്ണയജമാനെങ്കിലേക്കും ദാസിയുടെ കണ്ണയജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളും ഞങ്ങളുടെ കണ്ണുകൾ ദൈവമായ യഹോവയുടെ കരങ്ങളിലേക്ക് നോക്കുന്നു, കണ്ണുകൾ അവങ്കലിലേക്ക് ഉയർത്തുന്നു. ദാസന്മാരുടെ കണ്ണയജമാനെങ്കിലേക്കും ദാസിയുടെ കണ്ണയജമാനത്തിയുടെ കയ്യിലേക്ക് നോക്കുന്ന പോലെ അല്ല പുതിയ നിയമ വിശ്വാസി നോക്കുന്നത്. ദാസനും ദാസിയുമല്ല നിങ്ങൾ, മക്കളാണ് നിങ്ങൾ. മക്കൾ, അടിമകളല്ല നിങ്ങൾ, മക്കളാണ്. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ദൈവ മക്കളാണ് നിങ്ങൾ. നിങ്ങൾ അടിമകളെ പോലെ ഇരിക്കേണ്ടവരല്ല. നാം രാജകീയ പുരോഹിത വർഗമാണ്. നമ്മൾ ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. ഇന്ന് രാത്രിയിൽ അവകാശം നിനക്കുണ്ട്. പിശാചിന്റെ നന്മകളെ മുടിച്ചു കളഞ്ഞെങ്കിൽ, നിത്യാന്യ ശക്തികൾ നന്മയെ മുടിച്ചു കളഞ്ഞപ്പോൾ, ഇസ്രായേൽ ജനത്തിന് അനുഗ്രഹത്തെ ചോർത്തിക്കളഞ്ഞപ്പോൾ, ഒരു ബലാൽക്കാരിയായി ഗിദെയോൻ എഴുന്നേറ്റതുപോലെ ഇന്ന് രാത്രി കുടുംബത്തിനകത്ത് നഷ്ടപ്പെട്ട സമാധാനത്തെ യേശുവിന്റെ നാമത്തിൽ തിരികെ പിടിക്ക്. നഷ്ടപ്പെട്ട സൗഖ്യത്തെ തിരികെ പിടിക്ക്. നഷ്ടപ്പെട്ട ആരോഗ്യത്തെ തിരികെ പിടിക്ക്. നഷ്ടപ്പെട്ട അഭിഷേകത്തെ തിരികെ പിടിക്ക്. ഇന്ന് രാത്രി വിളിച്ചു പറ, കർത്താവേ, നീ എന്നെ അനുഗ്രഹിച്ച പറ്റത്തുള്ളൂ, നീ എന്നെ വിടുവിച്ച പറ്റത്തുള്ളൂ. അനുഗ്രഹം നിന്റെ അധരത്തിലുണ്ട്. അനുഗ്രഹം നിങ്ങളുടെ ശ്വാസത്തിന് തൊട്ടു മുമ്പിലുണ്ട്. എത്ര പേർ അതിന്ന് രാത്രി വിശ്വസിക്കും? കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുകയാണ്. കർത്താവ് നിങ്ങളെ വിടുവിക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ബന്ധനങ്ങൾ അലിയാൻ പോകുകയാണ്. നിങ്ങളുടെ രോഗങ്ങൾ സൗഖ്യമാകാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ഭവനത്തെ ബന്ധിച്ചിരിക്കുന്ന ആഭിചാര കെട്ടുകൾ യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി പൊട്ടിമാറാൻ പോകുകയാണ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുകയാണ്. യേശു കർത്താവ് ഇന്ന് രാത്രിയിൽ സമൃദ്ധിയായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എത്ര നാളായിട്ട് തൊണ്ടയ്ക്കകത്ത് മഴയുണ്ടായിരുന്നു? 10 വർഷമായി തൊണ്ടയിൽ മഴയായിരുന്നു. നല്ല തള്ളി നിന്നല്ലേ? പുറത്തേക്ക് തള്ളി നിന്നെയാ. ഇപ്പൊ എന്താ കർത്താവ് ചെയ്തേ? അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ടു പോന്ന പോലെ തോന്നി. ഇപ്പൊ മഴയില്ല. കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഈ സഹോദരി 10 വർഷമായി തൈറോയിഡിന്റെ മുഴയാൽ ഭാരപ്പെട്ടു. പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ മുഴ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ടു പോകുന്നത് പോലെ ഫീൽ ചെയ്തു. ഇപ്പോൾ ആ മുഴ അവിടെ ഇല്ല. കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. യേശുവിനാമത്തിൽ. ഈ കുഞ്ഞിന്റെ തലയുടെ പിൻഭാഗത്തായിട്ടൊരു വലിയ മുഴയുണ്ടായിരുന്നു. പ്രാർത്ഥനയുടെ സന്ദർഭത്തിൽ ആ മുഴ വറ്റിപ്പോയി. വന്നാട്ടെ. ഈ മോടെ ആരാ? കൊച്ചുമോളാണ്. ഈ മൈക്കിലൂടെ പറഞ്ഞാട്ടെ, എന്താ കർത്താവ് ചെയ്തേ? കർത്താവ് ഇവിടെ വന്നത് മാറ്റം. ഈ കുഞ്ഞിന്റെ തലയ്ക്ക് എന്തായിരുന്നു പ്രശ്നം? ഇങ്ങനെ ചൂടാന്ന് പറഞ്ഞ് ഡോക്ടർമാർക്ക് ഇവിടെ ചൂടാന്ന് പറഞ്ഞ് അങ്ങനെ അവിടുന്ന് മരുന്ന് കഴിക്കുമായിരുന്നു. പിന്നെ ഇങ്ങനെ ഞെരളിക്കുമായിരുന്നു. ഈ കുഞ്ഞിന്റെ തലയുടെ പുറകിൽ വലിയ മുഴയുണ്ടായിരുന്നു. വലിയ മുഴയുണ്ടായിരുന്നു. ഈ ചെവിയുടെ അവിടെ ഒക്കെ ഉണ്ടായിരുന്നു വലിയ മുഴ. ഇപ്പൊ അത് മാറ്റമുണ്ട്, മാറിയിട്ടുണ്ട്. ഈ ചെവിയുടെ പുറകിൽ മുഴയുണ്ടായിരുന്നു. അതാണ് ചെവിയുടെ അവിടെ ഉണ്ടായിരുന്നു. ഈ ചെവിയുടെ പുറകിലുള്ള മുഴ നന്നായിട്ട് കാണാൻ പറ്റുമായിരുന്നോ? ഇപ്പൊ കാണാനില്ല. കർത്താവ് സൗഖ്യമാക്കി. കരങ്ങളടിച്ച് കർത്താവിന് യേശുവിന്റെ നാമത്തിൽ കൊടുത്ത സൗഖ്യത്തിനായി. ആരാ മോളെ സൗഖ്യമാക്കിയേ? യേശു എന്ന് പറഞ്ഞാട്ടെ. യേശു. ഹല്ലേലൂയ. ഇതൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു സൗഖ്യമാണ് ഈ നടന്നിരിക്കുന്നത്. ഈ കുഞ്ഞിന്റെ ചെവിയുടെ മടക്കിൽ മുഴയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് കാണാൻ പോലും കഴിയാത്ത ക്രമത്തിൽ അത്ഭുതകരമായി കർത്താവ് സൗഖ്യമാക്കി. ദൈവമായ കർത്താവ് ചെയ്ത അത്ഭുത വിടുതലുകളും സൗഖ്യങ്ങളും നിങ്ങൾ കണ്ടല്ലോ. എത്രയോ പേരെയാണെന്നറിയാമോ കർത്താവ് ശാപത്തിൽ നിന്ന് വിടുവിക്കുന്നത്?
എത്രയോ കുടുംബങ്ങളെ കർത്താവ് ആ നിത്യ നരകത്തിൽ നിന്ന് നിത്യജീവൻ അവകാശികളാക്കുന്നു. ദൈവമക്കളെ, നമുക്ക് ദൈവത്തിന്റെ വചനം അനുസരിക്കാം, നമുക്ക് ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി നിൽക്കാം, നമുക്ക് യേശുവിന് വേണ്ടി ജീവിക്കാം. ആ ഒരു തീരുമാനം നിങ്ങൾ ഇന്ന് രാത്രി എടുക്കുക. നിങ്ങൾ മടി കാണിക്കരുത്. ഒരു സഭയും നിങ്ങളെ വിടുവിക്കത്തില്ല, ഒരു മതവും നിങ്ങളെ വിടുവിക്കത്തില്ല, ഒരു ജാതി നിങ്ങളെ വിടുവിക്കത്തില്ല. ഇന്ന് രാത്രി നിങ്ങളെ വിടുവിക്കുവാൻ യേശുവിന്റെ നാമത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കരങ്ങൾ രോഗമുള്ള ഭാഗത്തേക്ക് വെക്കുക. നിങ്ങൾ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിച്ചതുപോലെ ജീവിതത്തിൽ അർഹമാകുന്നത് ലഭിക്കുന്ന നന്മകൾ തട്ടിയെറിയപ്പെടുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് രാത്രി അനുഭവത്തെ ദൈവം മാറ്റാൻ പോകുക. ആ ശാപബന്ധനം നിങ്ങളിൽ നിന്ന് അഴിയാൻ പോകുക. ഒന്ന് മാത്രം ചെയ്യുക. യേശുവേ, എന്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. യേശുവേ, നിന്റെ കരമെന്നെ തൊടണമെന്ന് പ്രാർത്ഥിക്കുക. കണ്ണുകളടയ്ക്കാം. കർത്താവേ, യേശുവിൻ നാമത്തിൽ ഇപ്പോൾ ഈ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വിവിധ പ്രതികൂലങ്ങളുടെ നടുവിൽ, വിവിധ ആവശ്യങ്ങളുടെ നടുവിൽ നിന്റെ സന്നിധി നിലവിളിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രി നീ അത്ഭുതത്തെ ചെയ്യണമേ. കർത്താവേ, നീ തുറന്നാൽ ആരും അടയ്ക്കുന്നില്ല, നീ അടച്ചാൽ ആരും തുറക്കുന്നില്ല. നസ്രയനായ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ ദൈവ പ്രവൃത്തി സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ അത്ഭുതം നടക്കട്ടെ. പിശാച് കെട്ടിവെച്ച എല്ലാ കെട്ടുകളും ഇന്ന് രാത്രി യേശുവിൻ നാമത്തിൽ ഉപയോഗപ്പെടട്ടെ. കർത്താവേ, നീ അത് ചെയ്യുന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, വസ്തു സംബന്ധമായ കേസുകൾക്കകത്ത് നിൽക്കുന്ന ഒരു കുടുംബത്തെ കർത്താവ് ഇന്ന് രാത്രി വിടുവിക്കുന്നു. വസ്തു സംബന്ധമായ കേസ് അനുഭവിക്കുന്ന ഒരു കുടുംബത്തെ ഇന്ന് രാത്രി കർത്താവ് വിടുവിക്കുന്നു. ദൈവത്തിനകത്ത് പറയുന്ന ഒരു പ്രത്യേക കുടുംബം അവരുടെ കുഞ്ഞിനെ പഠിക്കുവാൻ വേണ്ടി കേരളത്തിന് വെളിയിലേക്ക് അവർ വിട്ടു. ആ കുഞ്ഞിന്റെ പഠനം പൂർത്തീകരിക്കപ്പെടുവാൻ കഴിയാതെ അവർ ഭാരപ്പെടുന്നു. യേശുവിന്റെ നാമത്തിൽ ആ കുഞ്ഞിന് വേണ്ടി രാത്രി നീ അത്ഭുതത്തെ ചെയ്യുകയാണ്. ഓ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഫാദർ ഗോഡ്. ഓ, വി ലവ് യു ലോർഡ്. ഞങ്ങൾക്ക് സ്നേഹിക്കുന്ന കർത്താവേ, ഓ താങ്ക് യു ജീസസ്. ഇന്ന് രാത്രി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ ക്യാൻസർ സൗഖ്യമാകട്ടെ. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ആ അസ്ഥികളുടെ വേദന വിട്ടുമാറട്ടെ. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ ഒരു സമാധാനം പ്രാപിക്കട്ടെ. സ്വർഗീയ സമാധാനത്താൽ കർത്താവരെ നിറച്ചാട്ടെ. കർത്താവേ, എല്ലാ ബന്ധനങ്ങളിൽ നിന്നും കർത്താവരെ വിടുവിച്ചാട്ടെ. അവരുടെ പ്രാർത്ഥന കേട്ടതിന് നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ നല്ല പിതാവേ. ദൈവമായ കർത്താവ് നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യം വീണ്ടും ആവർത്തിക്കുന്നു. നിങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി മാത്രം ഞാൻ പറയുന്നു. കൊട്ടാരക്കരയുള്ള നിങ്ങളുടെ ആരാധന നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഒരു 2 മണിക്കൂർ, ഒരു 3 മണിക്കൂർ നിങ്ങളുടെ ജീവിതത്തിൽ ആരാധന ഒന്ന് സംബന്ധിക്കുന്നത് ഒരു വഴിത്തിരിവായിരിക്കും. നിങ്ങൾക്ക് ഒരുപാട് മണിക്കൂറുകൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നുപോയിട്ടില്ലേ? എത്രയോ ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പിന്തള്ളി. എന്നാൽ ഒരു 3 മണിക്കൂർ നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ അവിടെ ആയിരുന്നാൽ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് ദൈവത്തിന് പ്രാപിക്കാനായി കഴിയും. 100 കണക്കിന് ജനത്തോടൊത്ത് അനേകം വിടുതലുകൾ നിങ്ങൾക്ക് അവിടെ കാണുവാനായി കഴിയും. തീർച്ചയായിട്ടും ഈ ഞായറാഴ്ചത്തെ മീറ്റിംഗിൽ നിങ്ങൾ ഉണ്ടാകും. നിങ്ങൾ കടന്നു വരണം. നിങ്ങൾ എത്ര ദൂരെയാണ് താമസിക്കുന്നതെങ്കിലും നിങ്ങൾ ഇപ്പോൾ തന്നെ ആ മീറ്റിംഗിൽ വരുവാൻ തയ്യാറാകുക, പ്രാർത്ഥിക്കുക. അതിനു വേണ്ടിയിട്ട് അടുത്ത ആഴ്ച കാണുന്നതുവരെയും കർത്താവ് നമ്മളെ സൂക്ഷിക്കട്ടെ. അത്യുന്നതന്റെ ചിറകിന്റെ നിറവിൽ ദൈവം നമ്മളെ മറക്കട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. എന്നിലേക്കൊഴുക്കുവാനായി ആവലോടെ ഞാനും കാത്തിരുന്നപ്പോൾ ആത്മനദി എന്നിലേക്കൊഴുക്കുവാനായി ആവലോടെ ഞാനും